നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്ത് നമ്മൾ അതിൽ ഡേറ്റ് ആൻഡ് ടൈം സെറ്റ് ചെയ്യാറുണ്ട്. അതിൽ കാണുന്നൊരു കാര്യമാണ് കൊൽക്കത്ത GMT +5:30 എന്നുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഗ്ലോബുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ പറയാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഗ്ലോബിൽ നമുക്കറിയാം 2 പ്രധാനപ്പെട്ട രേഖകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയും, അതായത് അക്ഷാംശ രേഖകൾ എന്ന് പറയും. ഇങ്ങനെ മുകളിൽ നിന്നും താഴേക്ക് വരക്കുന്ന വെർട്ടിക്കലായിട്ടുള്ള രേഖകൾ നമ്മൾ പറയുന്ന പേരാണ് രേഖാംശ രേഖകൾ എന്ന് പറയും. അതായത് രേഖാംശ രേഖ എന്ന് പറഞ്ഞാൽ ഉത്തര ധ്രുവത്തിൽ നിന്നും, ഇത് നമുക്കറിയാം ഉത്തര ധ്രുവമാണ്, ദക്ഷിണ ധ്രുവത്തിലേക്ക് ഇങ്ങനെ വരക്കുന്ന രേഖകളെയാണ് നമ്മൾ പറയുന്നത് രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. ഒരു ഗ്ലോബ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും 24 രേഖാംശ രേഖകൾ ഇങ്ങനെ വരച്ചിട്ടുണ്ടാവും. ഈ രേഖാംശ രേഖകളെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് സമയരേഖകൾ എന്ന് പറയുന്നത്. അതായത് ഈ ഭൂമിയിലാകെയുള്ള സമയവുമായി ബന്ധപ്പെട്ട സമയം നിർണ്ണയിക്കുന്ന ഒരു രേഖയാണ് രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. ഈ രേഖാംശ രേഖകൾ ഞാൻ പറഞ്ഞു 24 രേഖാംശ രേഖയാണ് ഒരു ഗ്ലോബിൽ നമുക്ക് കാണുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖാംശ രേഖയാണ് 0 ഡിഗ്രി രേഖ എന്ന് പറയുന്നത്. നമ്മൾ ഡിഗ്രി കണക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉത്തര ധ്രുവത്തിൽ നിന്നും ദക്ഷിണ ധ്രുവത്തിലേക്ക് ഇങ്ങനെ വരക്കുന്ന രേഖകളാണ് രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്, അല്ലേ? ഇങ്ങനെ നമുക്ക് എത്ര വരകൾ വരക്കാം? ഒരു വൃത്തത്തിനെ നമുക്കറിയാം 360 ഡിഗ്രി ആയിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ 360 രേഖകൾ ഒരു ഡിഗ്രി ഇടവിട്ട് നമ്മൾ വരക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? 360 ഡിഗ്രി എന്നുള്ള രൂപത്തിൽ 360 രേഖകൾ വരക്കാം. പക്ഷേ ഇവിടെ 360 രേഖകൾ നമുക്ക് ഗ്ലോബിൽ കാണാൻ സാധിക്കില്ല. ഇവിടെ 24 രേഖകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ 24 രേഖകളാണ് നമ്മൾ സമയരേഖകൾ എന്ന് പറയുന്നത്. അതായത് ഇതിൽ 1 ഡിഗ്രി നമ്മൾ എടുക്കുകയാണെങ്കിൽ, 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രി ഭൂമി തിരിയുന്നതിന് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 4 മിനിറ്റാണ്. 1 ഡിഗ്രി ഭൂമി ഇങ്ങനെ തിരിയാൻ 4 മിനിറ്റ് സമയമെടുക്കും. അപ്പോൾ ഇങ്ങനെ 1 ഡിഗ്രി ഇടപെട്ടല്ല നമ്മളിത് മനസ്സിലുള്ള, പകരം 15 ഡിഗ്രി ഇടപെട്ടിട്ടുള്ള ഓരോ രേഖകളായിട്ടാണ് നമ്മൾ 24 രേഖകളായിട്ട് നമ്മൾ ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ 15 ഡിഗ്രി ഇടപെട്ടാണ് നമ്മളിവിടെ രേഖാംശ രേഖകൾ വരച്ചിട്ടുള്ളത്. അപ്പോൾ 15 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ഡിഗ്രി എന്ന് പറയുമ്പോൾ 4 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 15 ഡിഗ്രി ഭൂമി തിരിയുന്നതിന് എത്ര സമയം എടുക്കും? 1 മണിക്കൂർ സമയമാണ്. അതായത് ഗ്ലോബിലുള്ള ഈ 15 ഡിഗ്രി ഇടപെട്ട് വരച്ച ഓരോ രേഖാംശ രേഖകൾക്കും ഇടയിലുള്ള സമയം എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. ഓക്കെ, അപ്പോൾ ഇത് സമയവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖാംശ രേഖയാണ് 0 ഡിഗ്രി ഗ്രീനിച്ച് രേഖ, അല്ലെങ്കിൽ പ്രൈം മെറിഡിയൻ എന്ന് പറയും. 0 ഡിഗ്രി ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത് ഇവിടെ ഇത് യൂറോപ്പിലെ ലണ്ടനാണ്. ലണ്ടനിലെ ഗ്രീനിച്ച് എന്ന് പറയുന്ന പ്രദേശത്തുകൂടി കടന്നു പോകുന്ന രേഖയാണ് നമ്മൾ 0 ഡിഗ്രി രേഖാംശ രേഖ, അല്ലെങ്കിൽ പ്രൈം മെറിഡിയൻ, അല്ലെങ്കിൽ ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത്. ഈ രേഖ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ എല്ലായിടത്തും സമയം നിർണ്ണയിക്കുന്നത്. ഈ രേഖ നമുക്കറിയാം, ഇത് 0 ഡിഗ്രി, അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് 15 ഡിഗ്രി, ഇങ്ങോട്ട് വന്നാൽ ഇങ്ങോട്ട് 15 ഡിഗ്രി ഇങ്ങനെ വരും. അതായത് ഈ 0 ഡിഗ്രി കഴിഞ്ഞ് ഇങ്ങനെ കിഴക്കോട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ സമയം കൂടി വരും. ഉദാഹരണത്തിന് ഇവിടെ 12 മണിയാണെന്ന് വിചാരിക്കുക. 0 ഡിഗ്രിയിൽ 12 മണിയാണെങ്കിൽ ഇവിടെ 1 മണി, ഇവിടെ 2 മണി, ഇവിടെ 3 മണി, ഇങ്ങനെ സമയം കൂടി പോകും. അതേ സമയത്ത് പടിഞ്ഞാറോട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ സമയം കുറഞ്ഞു വരും. അപ്പോൾ 12 മണി ഇവിടെ AM ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ 11 മണി PM ആയിരിക്കും, ഇവിടെ 10 മണി PM. അങ്ങനെ ഓരോ 15 ഡിഗ്രി നമ്മൾ നോക്കുന്ന സമയത്ത് ഓരോ മണിക്കൂർ കുറഞ്ഞു വരും. അതായത് ഓരോ മണിക്കൂർ ഇടവിട്ട് 15 ഡിഗ്രി ഇടവിട്ടിട്ടാണ് നമ്മൾ ഈ രേഖകൾ വരച്ചിട്ടുള്ളത്. അതിനെ നമുക്ക് 1 മണിക്കൂറായിട്ട് പരിഗണിക്കാം. അതായത് 15 ഡിഗ്രി കറങ്ങുന്നതിന്, ഭൂമി കറങ്ങുന്നതിന് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. ഇനി ഈ 0 ഡിഗ്രിയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ദൂരം നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഒരു 15 ഡിഗ്രി ഇടവിട്ട് അടുത്ത 15 ഡിഗ്രിയിലേക്ക് വരുമ്പോൾ 1 മണിക്കൂർ. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ 2 മണിക്കൂർ, ഉഗാണ്ടയിലേക്ക് എത്തുമ്പോൾ 2 മണിക്കൂറായി. ഇങ്ങനെ വന്ന് 3 മണിക്കൂറാവും. ഇവിടെ സോമാലിയയിൽ എത്തുമ്പോൾ 3 മണിക്കൂർ. അത് കഴിഞ്ഞ് ഇവിടെ ഒമാനിലേക്ക് എത്തുന്ന സമയത്ത് 4 മണിക്കൂർ. അത് കഴിഞ്ഞ് 5 മണിക്കൂർ എത്തിയപ്പോൾ ഇന്ത്യ എത്തി. ഇവിടെ 75 ഡിഗ്രി എന്ന് പറയുന്നത് 5 മണിക്കൂറാണ്. ഇനി ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് 82.5 ഡിഗ്രിയാണ്. അല്ലെങ്കിൽ ഇന്ത്യയുടെ സമയരേഖ എന്ന് പറയുന്നത് 82.5 ഡിഗ്രി. ഇതിപ്പോൾ 75 ഡിഗ്രി ഇവിടെ 82 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇതിന് ഏകദേശം സെൻട്രലായിട്ട് വരും. അതായത് ഉത്തർപ്രദേശിലെ മിർസാപൂർ എന്ന പ്രദേശത്തിലൂടെ കടന്നു പോകുന്ന രേഖയാണ് 82 ഡിഗ്രി രേഖാംശ രേഖയാണ് നമ്മളെന്ത് പറയുന്നത് ഇന്ത്യയിലെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ എല്ലായിടത്തും സമയം നിർണ്ണയിക്കുന്നത് ഈ 82 ഡിഗ്രി സമയരേഖ നോക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ അരുണാചൽ പ്രദേശ് ആയിക്കോട്ടെ, ഈ ഗുജറാത്ത് ആയിക്കോട്ടെ, കേരളം ആയിക്കോട്ടെ, കാശ്മീർ ആയിക്കോട്ടെ, ഇന്ത്യയിൽ എവിടെയും സമയം നിർണ്ണയിക്കുന്ന രേഖ എന്ന് പറയുന്നത് ഈ 82 ഡിഗ്രി രേഖാംശ രേഖ അടിസ്ഥാനമാക്കിയാണ്. 82 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഗ്രീനിച്ചിൽ നിന്നും 5.5 മണിക്കൂർ ഡിഫറൻസ്. അതുകൊണ്ടാണ് നമ്മൾ മൊബൈൽ ഫോൺ സെറ്റ് ചെയ്യുന്ന സമയത്ത് +5:30 എന്ന് പറയുന്നത്. അതായത് ഗ്രീനിച്ചിനേക്കാളും 5.5 മണിക്കൂർ കൂടുതലാണ് ഇന്ത്യയിലെ സമയം എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയിലാണ് ആദ്യം എന്ത് ചെയ്യുന്നത്? സൂര്യൻ ഉദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഭൂമി ഇങ്ങനെ കറങ്ങുക. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ യൂറോപ്പിലേക്കൊക്കെ സൂര്യൻ എത്തുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആ രേഖയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതായത് 82 ഡിഗ്രി രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യയിൽ എല്ലായിടത്തും സമയം നിർണ്ണയിക്കുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ആകെ ഒരു സമയരേഖ മാത്രമേ ഉള്ളൂ. അതേ സമയത്ത് ലോകത്തെല്ലായിടത്തും എല്ലാ രാജ്യങ്ങളിലും ഒരു സമയരേഖ മാത്രമേ ആണോ? അല്ല, ഓരോ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള സമയരേഖകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് റഷ്യ എന്ന് പറയുന്ന രാജ്യം നമ്മൾ എടുക്കാം. റഷ്യ എന്ന് പറഞ്ഞാൽ വളരെയധികം വിസ്തൃതിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഒരുപാട് ഏരിയകൾ റഷ്യക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു 2 മുതൽ 12 മണിക്കൂർ വരെ റഷ്യൻ്റെ വിവിധ സ്ഥലങ്ങൾ തമ്മിലുള്ള
സമയവ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ 12 മണിക്കൂറൊക്കെ ഡിഫറൻസ് വരുന്നത് ഒരിക്കലും നല്ലതല്ല. അതുകൊണ്ട് തന്നെ റഷ്യയിൽ 11 സമയമേഖലകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു സമയരേഖ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേസമയത്ത് റഷ്യയിൽ 11ഓളം സമയരേഖകൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് റഷ്യയുടെ ഒരു ഭാഗത്ത് പോയാൽ ഒരു സമയരേഖ, അത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് സഞ്ചരിച്ച് കഴിഞ്ഞാൽ വേറെ സമയം, അങ്ങനെയൊക്കെ ആയിരിക്കും റഷ്യയിലുണ്ട്. അങ്ങനെ 11ഓളം സമയരേഖകൾ റഷ്യയിലുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഒരു രേഖ മാത്രം അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യയിലെ സമയം നിർണ്ണയിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇതിൽ നമുക്ക് ഏത് രാജ്യത്തിൻ്റെയും സമയം വേണമെങ്കിൽ നോക്കാം. ഇനിയിപ്പോൾ ഉദാഹരണത്തിന് സൗദി അറേബ്യയിലെ സമയം ഗ്രീനിച്ചിൽ നിന്നും നമുക്ക് നോക്കാം എത്രയാണ് ഇതിൽ എന്താണ് രേഖപ്പെടുത്തിയത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഗ്രീനിച്ചിൽ നിന്നാണ് അതിൻ്റെ സമയം നോക്കുക. ഇനി ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ഡിഫറൻസ് ഗ്ലോബ് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ രേഖകളൊക്കെ ഒരു സാങ്കല്പിക രേഖയാണ്. പക്ഷേ ഈ ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ഈ ഗ്രീനിച്ച് രേഖ വരച്ചതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഇതൊരു സാങ്കല്പിക രേഖയാണ്. ഈ രേഖകളൊക്കെ ഇപ്പോൾ അക്ഷാംശ രേഖ ആയിക്കോട്ടെ, രേഖാംശ രേഖ ആയിക്കോട്ടെ, ഇതിനൊക്കെ ഓരോ പ്രാധാന്യമുണ്ട്. ഇവിടെ രേഖാംശ രേഖ സമയം നിർണ്ണയിക്കാനാണെങ്കിൽ രേഖാംശ രേഖയും അക്ഷാംശ രേഖയും ചേർന്ന് നമുക്ക് സ്ഥലങ്ങൾ നിർണ്ണയിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഈ ഗ്ലോബിൻ്റെ മറ്റു പല ഫീച്ചേഴ്സുമായിട്ട് ഞാൻ പിന്നീട് നമുക്ക് സംസാരിക്കാം. താങ്ക് യു.